ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കാണാൻ പോണത് ഒരു പുതിയ ഡ്രാമ ആയിട്ടുള്ള ദി പ്രോസിക്യൂട്ടേഴ്സ് പ്രൊപ്പോസൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു BL സീരീസ് ആണ്. അപ്പം അധികം വൈകാതെ തന്നെ നമുക്ക് സീരീസിലോട്ട് കിടക്കാം. സീരീസിന്റെ തുടക്കം തന്നെ ഒരു ലേഡീനെയാണ് കാട്ടണത്. ഈ ലേഡി ആണെങ്കിൽ നമ്മുടെ പ്രോസിക്യൂഷൻ ഓഫീസിൽ പോയിട്ട് ഏതവനാ ഈ ലീ ചിഹ ഇറങ്ങി പോടാ ഇവിടെ നിന്നും പറഞ്ഞിട്ടാണ് ഇവള് ഈ ഒരു പ്രോസിക്യൂഷൻ ഓഫീസിലേക്ക് കയറി വന്നത്. ഈ ലീ ചിഹ എന്ന് പറയുന്നതാണ് നമ്മുടെ സീരീസിലെ ഒരു ഹീറോ. അവനാണെങ്കിൽ കൈ പൊക്കിയിട്ട് ഞാനാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ലീ എന്ന് വിളിക്കുക വന്ന. എന്നിട്ട് ഈ പെണ്ണുമ്പുള്ളാണെങ്കിൽ ഇവന്റെ മേത്തേക്ക് കുറച്ച് കാശ് വലിച്ചെറിയും. എന്നിട്ട് അവള് പറയണുണ്ട് എന്ത് നോക്കി നിക്കണേണ് അതൊക്കെ ഇടുന്ന് പെറക്കാനായിട്ട്. അപ്പം നമ്മുടെ ചെറുക്കനാണെങ്കിൽ ഇത് പെറുക്കണമുണ്ട്. അത് കൂടാതെ ഇവളാണെങ്കിൽ നമ്മുടെ ചെറുക്കൻ ഇത് പെറുക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇവളാണെങ്കിൽ ഒരു ബിയർ ബോട്ടിൽ എടുത്തിട്ട് ഇവന്റെ ദേഹത്തേക്ക് ഒഴിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവളാണെങ്കിൽ ഒരുമാതിരി പുച്ഛിച്ച് ചിരിച്ചിട്ട് നമ്മുടെ ചെക്കനോട് വന്ന് പറയുന്നുണ്ട്, ലൈക്ക് എനിക്ക് നിന്നെ നശിപ്പിക്കണത് ഒരു പീസ് ഓഫ് കേക്കിന് തുല്യമാണെന്ന് നമ്മുടെ ചെറുക്കനോട് പറയുന്നുണ്ട് ഇവള്. എന്നിട്ട് അവള് ഡയറക്ടർ പാർക്ക് എന്ന് പറയണ ആളെ വിളിച്ചിട്ട് അവന്റെ അടുത്ത് പറയുന്നുണ്ട് നിന്റെ ആളിനെ നിലക്ക് നിർത്തിക്കോ എന്ന്. അത് പറഞ്ഞിട്ടാണെങ്കിൽ ഇവൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. ഇവള് പോയി കഴിയുമ്പോഴും നമ്മുടെ ചെറുക്കനാണെങ്കിൽ ആ കാശ് പിറക്കിക്കൊണ്ടിരിക്കണേണ്. അപ്പം നമ്മുടെ ചെറുക്കൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട് അവളുടെ അച്ഛന് ഓങ്സോങ് ഗ്രൂപ്പ് ഉള്ളത് കാരണം അവളാണ് ഇവിടുത്തെ എല്ലാം എന്നാണ് അവളുടെ വിചാരം. ആൻഡ് ഈ പണക്കാരെല്ലാം കണക്കാണ്. അവള് എല്ലാവരെയും കുറ്റം ചൂണ്ടിക്കാട്ടുണ്ട്. പക്ഷെ അവൾ ഇതുവരെയായിട്ട് അവളുടെ ഫൈൻ ഒന്നും നേരാവണ്ണം സമയത്ത് പോലും അടച്ചു തീർത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ചെറുക്കനോട് ചോദിക്കണ്ട് എന്തേ ഇതൊക്കെ ശരിയല്ലേ? അപ്പൊ നമ്മുടെ ചെറുക്കനാണെങ്കിൽ ഒന്നും മിണ്ടണില്ല. ലൈക്ക് നമ്മുടെ ചെറുക്കൻ തന്നെ വിചാരിച്ചിട്ടുണ്ടാവും അവൾ ഈ വന്ന് തന്നെ പറഞ്ഞു പോയപ്പോ ഇയാൾക്ക് ആ ഒരു നാക്ക് അപ്പം ഉണ്ടായിരുന്നില്ലല്ല എന്ന് നമ്മുടെ ചെറുക്കൻ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ അയാൾ പിന്നെയും നിർത്താതെ പറയുന്നുണ്ട് ഗ്രേഡ് 7 ASP ആയിട്ട് പ്രൊമോട്ടായിട്ട് വേണം ഈ ഒരു നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. അല്ലെങ്കിൽ ഇവിടെ തന്നെ ഒരു പ്രോസിക്യൂട്ടറുടെ ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ട് വർക്ക് ചെയ്യണം എന്ന് ശരണം. എന്നിട്ടാണെങ്കിൽ നമ്മുടെ ചെറുക്കൻ്റെ കൂടെ അയാളും കുറച്ച് കാശ് പറിക്കായിരുന്നല്ലോ. എന്നിട്ട് ആ കാശ് നമ്മുടെ ചെറുക്കൻ്റെയിലേക്ക് കൊടുക്കുകയും ചെയ്യേണ്ടത്. നമ്മുടെ ചെറുക്കനാണെങ്കിൽ ഇതിന് ടാങ്ക്യും പറയുന്നുണ്ട്. അവിടെ നിന്ന് സീൻ കട്ടായിട്ടാണെങ്കിൽ നമ്മുടെ സീരീസിലെ അടുത്ത ഹീറോ ആയിട്ടുള്ള ജൂ തേസിയോണെയാണ് കാട്ടണത്. നമുക്കാണെങ്കിൽ ജൂ എന്ന് വിളിക്കാം. ജൂ ആണെങ്കിൽ ലീനെ കണ്ടപ്പോൾ ചോദിക്കണ്ട് നീ ഇന്ന് വർക്കിലല്ലേ എന്ന്. അപ്പം നമ്മുടെ ചെറുക്കനാണെങ്കിൽ എടുത്തേക്കും പറയുന്നുണ്ട് അതേ എനിക്കൊരു പോസ്റ്റ്മോർട്ടം ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടെന്ന്. അപ്പം ജൂ പറയുന്നുണ്ട് നമുക്കെന്നാ പിന്നെ കാണാം മിസ്റ്റർ സീനിയർ അസിസ്റ്റന്റ് ലീ ചിഹ എന്നാണ് നമ്മുടെ ജൂ പറഞ്ഞത്. ലൈക്ക് ജൂ ആണെങ്കിൽ ഒരു പൊളൈറ്റ് എന്ന രീതിക്കും, പക്ഷെ നമ്മുടെ ചെറുക്കനാണെങ്കിൽ ഇവനോട് എന്തോ ഉള്ളത് പോലെയായിരുന്നു നമ്മുടെ ചെറുക്കൻ അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മുടെ ചെറുക്കന് നേരത്തെ കാശ് പെറുക്കി കൊടുത്തില്ലേ, അയാളാണെങ്കിൽ നമ്മുടെ ചെറുക്കനെ വിളിക്കുമ്പോൾ നമ്മുടെ ചെറുക്കനാണെങ്കിൽ അങ്ങോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെ കാട്ടുണ്ട് ജൂ ആണെങ്കിൽ നമ്മുടെ ലീന നോക്കി നിൽക്കണമായിട്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ലീയും ആ ഒരു എംപ്ലോയിയും തമ്മിൽ സംസാരിക്കാനായിട്ടാണ് കാട്ടുന്നത്. നമുക്ക് കുറേ നേരം വലിയ ആള് എന്ന് വിളിക്കണം, നമുക്കൊരു എംപ്ലോയി എന്നൊരു പേരിടാം. എന്നിട്ട് ആ എംപ്ലോയി നമ്മുടെ ചെറുക്കനോട് ചോദിക്കുന്നുണ്ട് നിനക്കിന്ന് ജൂവിൻ്റെ കൂടെയാണ് ആ വർക്കെന്ന്. അപ്പം നമ്മുടെ ചെറുക്കൻ പറയുന്നുണ്ട് അല്ല എന്ന്. നമ്മുടെ ചെറുക്കനോട് ആ ഒരു എംപ്ലോയി പറയുന്നുണ്ട് ഇയാളാണെങ്കിൽ ഒരു സൈക്കോപാത്താണ്, അയാളൊരു മനുഷ്യൻ തന്നെയാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം അയാൾക്ക് കുറച്ച് ലുക്ക് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അയാൾക്ക് ഒരു മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം പോലും ഇല്ല. അയാളുടെ ഫേസ് കണ്ടാൽ തന്നെ പറയാൻ പറ്റും അയാൾക്കാണെങ്കിൽ ഒരാളോട് പോലും ഫീലിങ്സാ അഥവാ എന്തെങ്കിലും തോട്ട്സാ ഒന്നും ഇല്ലാത്ത പോലെയാണ് അയാളുടെ മുഖം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ ഇയാൾ കരയില്ല, അതേപോലെ തന്നെ ഒന്നും ദേഷ്യപ്പെടുകയില്ല, ചിരിക്കില്ല. അങ്ങനെയൊക്കെയാണ് ഇയാൾ ഏത് നേരം ഫേസ് പിടിച്ചുകൊണ്ടിരിക്കണം. അത് കൂടാതെ നമ്മളാണെങ്കിൽ അയാളുടെ ഫാമിലിനെ പറ്റിയോ അല്ലെങ്കിൽ അയാളുടെ ഒരു പേഴ്സണൽ ലൈഫിനെ പറ്റിയോ ചോദിക്കാനായിട്ട് പാടുമില്ല. അപ്പം നമ്മുടെ ചെറുക്കനടുത്തേക്കും ചോദിക്കുന്നുണ്ട് പക്ഷെ അയാളുടെ കേസ് എല്ലാം നല്ല അടിപൊളിയായിട്ടല്ലേ ചെയ്യണം, അപ്പം ഇതൊക്കെ നോക്കേണ്ട ഒരു ആവശ്യമില്ലല്ല എന്ന് നമ്മുടെ ചെക്കൻ ചോദിക്കുമ്പോൾ ഈ ഒരു എംപ്ലോയി എടുത്തേക്കും പറയുന്നുണ്ട് ശരിയാണ്, അയാൾ ഒരു കേസ് സോൾവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ എല്ലാ മുക്കും മൂല അരിച്ചു പെറുക്കിയിട്ടേ അയാൾ സോൾവ് ചെയ്യത്തുള്ളൂ എന്ന്. അപ്പം നമ്മുടെ ചെറുക്കൻ പറയുന്നുണ്ട് ഒരു ജസ്റ്റിസ് വാങ്ങിക്കൊടുക്കണത് അത്രയ്ക്ക് ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്ന്. ഈ ഒരു എംപ്ലോയി പറയുന്നുണ്ട് ഇങ്ങനെ കുറേ അധികം ജസ്റ്റിസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണമെങ്കിൽ അത് നമ്മുടെ സ്വാർത്ഥത മാത്രമാണെന്ന്. എന്നിട്ട് അയാൾ ചോദിക്കുന്നുണ്ട് നിനക്ക് പ്രോസിക്യൂട്ടർ യൂൺ സോസിയോന്റെ സൂസൈഡിനെ കുറിച്ച് അറിയാവോ എന്ന്. ലൈക്ക് ഈ ഒരു എംപ്ലോയി ഇവിടെ സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജൂ ആണ് ആ ഒരു സൂസൈഡ് കേസ് ക്ലോസ് ചെയ്തതെന്ന്. ഈ ഒരു സൂസൈഡ് കേസ് ഇവൻ അന്വേഷിച്ചപ്പോൾ ഇവന്റെ മേലധികാരികൾ പോലും രാജിവെക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൂടാതെ ജൂ കുറേ അധികം നാണം കെടുകയും അതേപോലെ തന്നെ തരം താഴുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കേസ് അന്വേഷിച്ചപ്പോൾ. പക്ഷെ അയാൾ തെളിയിച്ചെന്നാ തോന്നണത്. അപ്പം നമ്മുടെ ചെറുക്കൻ പറയുന്നുണ്ട് അത് വേറെ ആരെ കൊണ്ട് സാധിക്കാൻ കഴിയാത്തതാണെന്ന് അയാൾ ചെയ്തതെന്ന് നമ്മുടെ ചെറുക്കൻ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ആ എംപ്ലോയി നമ്മുടെ ലീനോട് ചോദിക്കണ്ട നീ പ്രോസിക്യൂട്ടർ ജൂനായിട്ട് ഭയങ്കര ക്ലോസ് ആണോ എന്ന്. അപ്പോൾ നമ്മുടെ ലീ ആണെങ്കിൽ
എന്ത് എന്നുള്ള രീതി നിന്നിട്ട് അല്ല എന്ന് പറയണുണ്ട്. അതുകൂടാതെ ഞാൻ അയാളെ റെസ്പെക്ട് ചെയ്യണോണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് നമ്മുടെ ലീ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ എംപ്ലോയി പറയുന്നുണ്ട്, ഈ ഒരു സമയത്ത് നമ്മുടെ പ്രോസിക്യൂട്ടറിന്റെ ഇൻവെസ്റ്റിഗേറ്റർ ആണെങ്കിൽ എബ്രോഡ് പഠിക്കാൻ പോയേക്കണേ. ഇപ്പൊ ഞാൻ അതല്ല ചിന്തിക്കണത്, ആ ഒരു ചെറുക്കൻ എബ്രോഡ് പഠിക്കാൻ പോയത് കാരണം ഇനി ആ ചെറുക്കൻ്റെ ഒരു സ്ഥാനത്തേക്ക് വേറൊരാൾ എന്തായാലും വരും. അതെന്തായാലും നമ്മളായിരിക്കില്ല, കാരണം വെച്ചാൽ നമുക്ക് അവരിനെക്കാട്ടി സീനിയോറിറ്റി കുറവായതുകൊണ്ട് നമ്മൾ എന്തായാലും അവിടെ കയറ്റില്ല. ആൻഡ് മെയിനായിട്ട് നോക്കാനായിട്ടാണെങ്കിൽ ഞാൻ എന്തായാലും ജൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യില്ല, കാരണം എനിക്ക് അയാൾ എന്തായാലും പേടിയാണ് എന്നും പറഞ്ഞ് ആ സീൻ അവിടെ നിന്ന് കട്ടാക്കിയിട്ട് പിന്നെ നമ്മുടെ ലീ അവൻ്റെ വീട്ടിലോട്ട് വന്നതായിട്ടാണ് കാട്ടണത്. അവൻ ആദ്യം തന്നെ വീട്ടിൽ വന്നിട്ട് കുളിച്ച് ഫ്രഷായി. അത് കഴിഞ്ഞിട്ട് ഒരു മെഡിസിൻ എന്തോ കണ്ട് എടുക്കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെറുക്കനാണെങ്കിൽ സോഫയിൽ ഇരുന്നിട്ട് നമ്മുടെ ജൂ രാവിലെ പറഞ്ഞ കാര്യം ചിന്തിക്കണമായിരുന്നു. ലൈക്ക് അവനാണെങ്കിൽ സീനിയർ ലീ ചിഹ എന്ന് സംബോധന ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ലീ ആണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കണ്ട്. എന്നിട്ട് പിന്നെ ഇവൻ്റെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഇവൻ നെട്ടനായിട്ട് കാട്ടുണ്ട്. ലൈക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ജൂവിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേറ്റർ ആണെങ്കിൽ എബ്രോഡ് പഠിക്കാൻ പോയേക്കണേന്ന്. അപ്പൊ ആ സ്ഥാനത്തേക്കാണെങ്കിൽ നമ്മുടെ ലീന പ്രൊമോട്ട് ചെയ്തെന്നുള്ള മെസ്സേജ് ആയിരുന്നു അവന് ഫോണിൽ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ചെറുക്കനാണെങ്കിൽ പറയുന്നുണ്ട് ഇതിപ്പോഴാണ് എന്നെ മാറ്റിയതെന്നും ചോദിച്ചിട്ട്. അതുകൂടാതെ നമ്മുടെ എംപ്ലോയി രാവിലെ പറഞ്ഞ കാര്യം ചിന്തിക്കുന്നുണ്ട്. ലൈക്ക് അവനാണെങ്കിൽ സൈക്കോപാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുമാണെങ്കിൽ നമ്മുടെ ചെറുക്കൻ ചിന്തിച്ച് നോക്കണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ അവിടെ തന്നെ കിടന്നുറങ്ങുന്നുണ്ട്. ഉറങ്ങുന്ന ടൈമിലാണെങ്കിൽ ഇവനൊരു സ്വപ്നം കണ്ട്. ലൈക്ക് ആരെയോ കല്ലണ മാതിരിയായിട്ടായിരുന്നു ആ സ്വപ്നം കാണിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു സ്വപ്നത്തിൽ നിന്ന് നെട്ടി എണീക്കുമ്പോഴത്തേക്കും ഇവനൊരു കോള് വന്നിട്ടുണ്ട്, ഒരു ബോഡി ഇങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടെന്ന്. പിന്നെ അവിടെ നിന്ന് സീൻ കട്ടായിട്ടാണെങ്കിൽ നമ്മുടെ ജൂവും ലീയും തമ്മിൽ ആ ഒരു ബോഡി ഉള്ള സ്ഥലത്തേക്ക് നടന്നു പോകണായിട്ടാണ് കാട്ടണത്. അവിടെ എത്തിയിട്ട് ഒരു കേസ് അന്വേഷിക്കുന്ന പോലീസുകാരനാണെങ്കിൽ നമ്മുടെ ജൂവിൻ്റെ കയ്യിൽ വന്നിട്ട് ഒരു ഗ്ലൗസ് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ജൂ പറയുന്നുണ്ട് ഈ ബോഡി എങ്ങനെ കണ്ടെത്തിയ ബോഡിനെ കുറിച്ചൊക്കെ പറയാനായിട്ട്. അപ്പം നമ്മുടെ പോലീസുകാരൻ പറയുന്നുണ്ട് ബോഡി അങ്ങനെ വല്ല ട്രോമ ആയിട്ടൊന്നുമല്ല കണ്ടെത്തിയത്, ഇതിലെ ഒരു ആളാണെങ്കിൽ കള്ളു കുടിച്ചിട്ട് പോയപ്പോൾ കണ്ടതാണ്. അതുകൂടാതെ ഈ പോലീസുകാരനാണെങ്കിൽ ഒരു ഐഡി എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് ഇയാളാണ് അത്. അപ്പം നമ്മുടെ പോലീസുകാരൻ പിന്നെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജൂ ചോദിക്കുന്നുണ്ട് ഇയാള് എങ്ങനെയാ മരിച്ചതെന്ന്. അപ്പത്തേക്കും നമ്മുടെ പോലീസുകാരൻ പറയുന്നുണ്ട് കുറേ അധികം ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് കാർഡിയാക്ക് അറസ്റ്റ് വന്നിട്ടാണ് ഇവനും മരിച്ചത് എന്ന് നമ്മുടെ പോലീസുകാരൻ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ജൂ ആണെങ്കിൽ ഈ ഒരു ബോഡീനെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പത്തേക്ക് ഈ പോലീസുകാരനാണെങ്കിൽ വെറുതെ ബളബളാന്ന് പറഞ്ഞിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേണ്. ഇയാൾ പറയുന്നുണ്ട് കാസിയോ ഗ്രൂപ്പ് വന്നത് കാരണമാണ് ഇത്ര അധികം കാര്യങ്ങൾ നടക്കണ എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട്. അപ്പത്തേക്കും നമ്മുടെ ജൂ ആണെങ്കിൽ ആ ബോഡിയിൽ ചെക്ക് ചെയ്യുമ്പോൾ കഴുത്തിലാണെങ്കിൽ ഒരു സിറഞ്ച് കുത്തിയതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഈ പോലീസുകാരനാണെങ്കിൽ അത് കണ്ടിട്ടും കളിയാക്കി പറയുന്നുണ്ട് ഇപ്പൊ ഇതൊക്കെയാണെന്ന് തോന്നുന്ന ട്രെൻഡ്, ഇപ്പൊ കഴുത്തിലും ഇങ്ങനെ സിറഞ്ച് കുത്തി കയറ്റുന്നതാണ് ട്രെൻഡ് എന്ന് അയാൾ അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജൂ പറയുന്നുണ്ട് ഇതെന്തായാലും ആക്സിഡന്റ് ആയിരിക്കൂല എന്ന്, കാരണം അവന്റെ കഴുത്തിലാണെങ്കിൽ നന്നായിട്ട് ഉള്ളിലോട്ട് ആ സിറഞ്ച് കയറിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പോലീസുകാരൻ പറയുന്നുണ്ട് എന്തായാലും അവൻ ഓവർഡോസ് കാരണമാണ് മരിച്ചേക്കണത്. അതുകൂടാതെ ഈ കാസിയോയിലെ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഇങ്ങനത്തെ ഒരു ശീലമാണ് ഉള്ളത് എന്ന് നമ്മുടെ പോലീസുകാരൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജൂ ആണെങ്കിൽ ലീന്റെ അടുത്ത് ഈ ഒരു ബോഡി ഒന്ന് ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. നമ്മുടെ ലീ ആണെങ്കിൽ ഈ ഒരു ബോഡി ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും അവന് വായിന്ന് ഒരു പ്ലാസ്റ്റിക്കിന് എന്തോ ഫ്രാഗ്മെന്റ് പോലത്തെ സാധനം കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഇവൻ പറയുന്നുണ്ട് വായിൽ ഇങ്ങനെ കുറച്ച് സ്ക്രാച്ചസ് അവിടെ ഇവിടെ ആയിട്ട് ഉണ്ടെന്ന്. ഇവന് ആദ്യത്തെ പ്ലാസ്റ്റിക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴും നമ്മുടെ ജൂ പറഞ്ഞ് വേറെന്തെങ്കിലും, അത് കഴിഞ്ഞിട്ട് ഇവൻ ഈ സ്ക്രാച്ചസിന്റെ പറഞ്ഞപ്പോൾ വേറെ എന്തെങ്കിലും, ഇതും കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ ജൂ ആണെങ്കിൽ ലീനോട് പറയുന്നുണ്ട് ഞാനിവിടെ നിന്നെ ട്രഷർ ഹണ്ട് കളിക്കാനായിട്ടല്ല കൊണ്ടുവന്നേക്കണ, മര്യാദക്ക് നോക്കിയിട്ട് എനിക്ക് നല്ല എവിഡൻസ് തരാനായിട്ട് നമ്മുടെ ജൂ ആണെങ്കിൽ ലീനോട് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ജൂ ആണെങ്കിൽ അവിടെ നിന്ന് എണീച്ച് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ CCTV ഇല്ല എന്ന് നമ്മുടെ ജൂ പറയുന്നുണ്ട്. അതുകൂടാതെ ഇയാളാണെങ്കിൽ റഷ്യക്കാരൻ്റെ നിന്ന് ഇങ്ങനെ ഡ്രഗ്സ് വാങ്ങാൻ വന്നപ്പോഴായിരിക്കും ചിലപ്പോൾ മരിച്ചതെന്ന് നമ്മുടെ ജൂ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ലീ ആണെങ്കിൽ ആലോചിച്ച് നോക്കിയിട്ട് പറയുന്നുണ്ട് ചിലപ്പോൾ ഇയാൾ വാങ്ങാൻ വന്നതല്ലെങ്കിലോ കുറേയിലോട്ട് ഈ ഒരു ഡ്രഗ്സ് ഇയാൾ ഇവിടെ വിൽക്കാൻ വന്നതായിരിക്കോ എന്ന് നമ്മുടെ ലീ ഒരു സംശയം പറയുമ്പോഴത്തേക്കും നമ്മുടെ ജൂ ചോദിക്കുന്നുണ്ട് പ്രൂഫാ, നിന്റെ കയ്യിൽ പ്രൂഫ് ഉണ്ടാടാ എന്നുള്ള രീതിക്ക് നമ്മുടെ ജൂ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ലീ ആണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ജൂ പറയുന്നുണ്ട് എവിഡൻസ് ഇല്ലാതെ ഒന്നും ഊഹിച്ച് നിൽക്കാൻ പറ്റൂല, എനിക്ക് ട്രൂത്താണ് വേണ്ടതെന്ന്. അപ്പം നമ്മുടെ ലീ പറയുന്നുണ്ട് ഞാൻ അത് അന്വേഷിക്കുക എന്നുള്ള രീതിക്ക്. എന്നിട്ട് നമ്മുടെ ജൂ ആണെങ്കിൽ ഈ ഒരു പോലീസുകാരനോട് ഓരോന്ന് സംസാരിച്ച് പോകുമ്പോഴത്തേക്കും അവിടെ കുറച്ച് റിപ്പോർട്ടേഴ്സ് വന്ന് ഫോട്ടോ എടുക്കണ കാണുന്നുണ്ട്. അപ്പം നമ്മുടെ പോലീസുകാരനാണെങ്കിൽ ഇവരുടെ അടുത്ത് ഫോട്ടോ എടുക്കല്ലേ എന്നും പറഞ്ഞ് ഓടിച്ചും വിടുന്നുണ്ട്. ആ ഒരാൾക്കാരുടെ ഇടയിലാണെങ്കിൽ നമ്മുടെ ലീ ആണെങ്കിൽ ഒരു ക്യാപ്പ് ഇട്ട ഒരാളെ കാണുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ലീ ഇങ്ങനെ സംശയത്തോടെ നോക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ജൂ ആണെങ്കിൽ വാ ഫുഡ് കഴിക്കാൻ പോവാന്നും പറഞ്ഞ് ജൂ ലീനെ വിളിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും നമ്മുടെ ലീ ആന്ന് പറഞ്ഞിട്ട് ഇവനെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുകയും ചെയ്യുന്നുണ്ട്. അവിടുന്ന് സീൻ കട്ടായിട്ട് പിന്നെ ഇവർ ഫുഡ് കഴിക്കാനായിട്ടാണ് കാട്ടണത്.
ഇവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജൂ ലീനോട് ചോദിക്കണ്ടേ, നിനക്കെന്താ തോന്നണത്, ഇയാൾ മരിച്ചു പോയതായിരിക്കോ അല്ലെങ്കിൽ മർഡർ ആയിരിക്കോ എന്ന്. അപ്പം നമ്മുടെ ലീ പറയുന്നുണ്ട് അയാൾ ഓവർഡോസ് കാരണമായിരിക്കും ചിലപ്പോൾ മരിച്ചേ എന്ന്. നമ്മുടെ ജൂ അപ്പോഴത്തേക്കും പറയുന്നുണ്ട് അപ്പം നീ കണ്ട ആ ഒരു സ്ക്രാച്ചസോ അതുകൂടാതെ ആ കഴുത്തിൽ കണ്ട ആ ഒരു സിറഞ്ചിന്റെ പാടോ എന്ന് നമ്മുടെ ജൂ അടുത്തേക്കും ചോദിക്കുമ്പോൾ നമ്മുടെ ലീ ആണെങ്കിൽ ഒന്നും സംസാരിക്കാതിരിക്കണ്ട്. അപ്പം ജൂ പറയുന്നുണ്ട് ഓട്ടോപ്സി റിപ്പോർട്ട് വരട്ടെ എന്നിട്ട് എന്തായാലും നമുക്ക് സംസാരിക്കാം എന്ന്. അതുകൂടാതെ നീ ഇന്നത്തെ റിപ്പോർട്ടും റെഡിയാക്കണമെന്ന് നമ്മുടെ ലീനോട് ജൂ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ലീ ആണെങ്കിൽ ആ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ജൂ ചോദിക്കുന്നുണ്ട് ലൈക്ക് നമ്മുടെ പോലീസിന്റെ എന്തോ കാര്യം എന്ന് സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ലീ ഒരു എക്സ് പോലീസ് ആണെന്ന് നമ്മുടെ ലീ അവിടെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ജൂ പറയുന്നുണ്ട് നീ എന്തുകൊണ്ടാണ് അത് മാറാൻ കാരണമെന്ന്. അപ്പം നമ്മുടെ ലീ പറയുന്നുണ്ട് എനിക്കത് സ്യൂട്ട് ആയില്ല, അത് കാരണമാണ് ഞാൻ അതിൽ നിന്ന് മാറിയെന്ന് നമ്മുടെ ലീ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ജൂ ആണെങ്കിൽ ഒരുമാതിരി ഇവനെ ഇതാക്കണ പോലെ സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് നിന്നിൽ നാണക്കേട് തോന്നുന്നു, നീ ഇത്രയും ഗ്രാജുവേറ്റ് ആയിട്ട് ഒരു പോലീസായിട്ട്. അപ്പം നമ്മുടെ ലീ ആണെങ്കിൽ അത് സാരമില്ല, എന്നോട് ദൈവമൊന്നും കാട്ടണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജൂ പറയുന്നുണ്ട് നീ ഇത്രയും പാവമായിരുന്നെന്ന് ഞാൻ വിചാരിച്ചില്ല, ആൻഡ് നീ ഈ ഒരു പ്രോസിക്യൂട്ടറിലേക്ക് വന്നതിന് നീ എന്തായാലും റിഗ്രറ്റ് ചെയ്യുമെന്ന് നമ്മുടെ ജൂ നമ്മുടെ ലീനോട് പറയുന്നുണ്ട്. എന്നിട്ട് ജൂ ചോദിക്കേണ്ടത് ഫുഡ് കഴിച്ചതിനാണ്. നമ്മുടെ ചെറുക്കൻ്റെ പാത്രത്തിലാണെങ്കിൽ ഫുഡെല്ലാം അനങ്ങാതിരിക്കണേ. എന്നിട്ട് അവനാണെങ്കിൽ ഇടത്തേക്കും പറയുന്നുണ്ട് ഞാൻ കഴിച്ചതെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ജൂവിൻ്റെ പിന്നാലെ പോവുകയും ചെയ്യുന്നുണ്ട്. അവിടുന്ന് സീൻ കട്ടായിട്ടാണെങ്കിൽ ഇവർ രണ്ടുപേരും കാറിൽ നിന്ന് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തുന്നതായിട്ടാണ് കാട്ടണത്. അപ്പം നമ്മുടെ ലീ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന് നമ്മുടെ ജൂവിനോട് ലീ പറയുന്നുണ്ട്. അതുകൂടാതെ ഞാൻ യൂണിവേഴ്സിറ്റിയിലായിരുന്നപ്പോൾ തൊട്ട് നിങ്ങളുടെ ആർട്ടിക്കിളെല്ലാം കാണുമായിരുന്നു, അത് കാരണം എനിക്ക് നിങ്ങളോട് ഭയങ്കര റെസ്പെക്റ്റ് ആണെന്ന് നമ്മുടെ ലീ എടുത്തേക്കും പറയുമ്പോൾ നമ്മൾ ജൂ എടുത്തേക്കും ചോദിക്കുന്നുണ്ട് ഇത്രമാത്രം റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ എന്ത് നല്ല കാര്യമാണ് ചെയ്തേക്കണമെന്ന് നമ്മുടെ ജൂ ലീനോട് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചെറുക്കൻ്റെ എന്തോ പോലെയായിട്ട് അവനാണെങ്കിൽ സോറി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ജൂ ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് നീ എന്തുകൊണ്ടാണ് പോലീസ് ആവാൻ കാരണമെന്ന്. അപ്പം നമ്മുടെ ചെറുക്കൻ എന്തോ പറയാൻ വരുമ്പോഴത്തേക്കും നമ്മുടെ ജൂ എടുത്തേക്കും പറയുന്നുണ്ട് എനിക്ക് അവന്മാരെയൊക്കെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്, ലൈക്ക് നമ്മുടെ പോലീസുകാരാണെങ്കിൽ എൻകൗണ്ടറിൽ കുറെ ആൾക്കാരെ കൊന്നു കളയൂല, ആ ഒരു ടൈപ്പ് വെച്ചിട്ടാണ് നമ്മുടെ ജൂ ഇവിടെ സംസാരിക്കണത്. ജൂവിന്റെ ഈ വർത്താനം കേൾക്കുമ്പോൾ നമ്മുടെ ലീ ആണെങ്കിൽ എന്തോ ഒരു ഇൻസിഡന്റ് ഓർത്ത് നോക്കണായിട്ട് കാട്ടുന്നുണ്ട്. ലൈക്ക് അവിടെ ഒരു മനുഷ്യനാണെങ്കിൽ ഇങ്ങനെ ഒരു പാവന്റെ കയ്യിൽ കുത്താനായിട്ട് നിൽക്കണ്, വേറൊരാളാണെങ്കിൽ ഇവന്റെ അടുത്ത് പറയുന്നുണ്ട് കുത്തുന്ന്, എന്റെ സമയം കളയല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും അയാൾ പറയുന്നുണ്ട് എന്നെ കൊണ്ട് ഇതിന് പറ്റൂല എന്ന് ആ ചെറുക്കനാണെങ്കിൽ പറഞ്ഞിട്ട് മാറ്റണ്ട്. ഇതെല്ലാം നമ്മുടെ ലീ ഒന്ന് ചിന്തിക്കണേണ്. അതിന്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ ജൂ ഓരോന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇവനാണെങ്കിൽ ഒന്നും കേൾക്കല്ലാന്ന് മനസ്സിലാവുമ്പോ ഇറങ്ങിപ്പോടാ എന്ന് നമ്മുടെ ചെറുക്കനോട് പറയുന്നുണ്ട് ജൂ. വേറെ ഒന്നും കൊണ്ടല്ല, അവനാണെങ്കിൽ കൈയൊക്കെ ഇരുന്ന് അവിടെ പേടിച്ച് വിറച്ചിരിക്കണ പോലെയായിരുന്നു നമ്മുടെ ലീ അവിടെ കിടന്ന് കാട്ടുകയാണ്. അത് കാരണം തന്നെയാണ് നമ്മുടെ ജൂ ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞത്. നമ്മുടെ ലീ ആണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ജൂവിന്റെ സ്ഥലത്തേക്ക് വന്നിട്ട് നമ്മുടെ കൊറിയക്കാരാണെങ്കിൽ ചെറുതായിട്ട് നന്ദി അറിയിക്കണ പോലെ ഒന്ന് ബെൻഡ് ചെയ്യുമല്ലോ അല്ലെങ്കിൽ റെസ്പെക്ട് ചെയ്യണമല്ലേ. നമ്മുടെ ലീ അത് ചെയ്യാൻ നിൽക്കണതിന് മുമ്പ് തന്നെ നമ്മുടെ ജൂ ആ കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോകും. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ആ എംപ്ലോയി പറയണത് സത്യമാണെന്ന്. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ലീ ആണെങ്കിൽ ഈ കേസ് അന്വേഷിക്കാൻ ജൂവിൻ്റെ കൂടെ പോയപ്പോൾ തൊട്ടേ നമ്മുടെ ലീനൊരു മതി വെറുപ്പിക്കണ മാതിരിയാണ് ജൂ സംസാരിക്കണത്, ജൂവിൻ്റെ പെരുമാറ്റം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജൂ ഒരു സൈക്കോപാത്ത് ആണോന്ന് എനിക്കും ഒരു ഡൗട്ട് ഉണ്ട് എന്ന്. അവിടുന്ന് സീൻ കട്ടായിട്ടാണെങ്കിൽ പിന്നെ രാവിലെയാണ് കാട്ടണത്. രാവിലെ നമ്മളെ ചെറുക്കനാണെങ്കിൽ പ്രോസിക്യൂഷൻ ഓഫീസിലേക്ക് വരുമ്പോഴത്തേക്കും ഇവൻ എല്ലാവരുടെയും ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്, പക്ഷെ ഒറ്റൊരെണ്ണം പോലും തിരിഞ്ഞു നോക്കിയുള്ള ഒരുമാതിരി പുച്ഛഭാവത്തിലേക്കാണ്. അപ്പോഴേ മനസ്സിലായി എന്തോ ഒരു തകരാറുണ്ടെന്ന്. പിന്നെ ഇന്നലെ കണ്ട ആ എംപ്ലോയി പാവത്താരനെ പോലെ എല്ലാ നേരവും അവൻ്റെ പിന്നാലെ സംസാരിച്ച് നടന്നിട്ട് ഇപ്പം അതേ അയാളും ഒരുമാതിരി പുച്ഛിക്കണ മാതിരി. ലൈക്ക് അവരെല്ലാം പറയുന്നുണ്ട് ഇവനെന്തോ ഗ്രേഡ് 8 പ്രൊമോട്ടഡ് ആയി, ഇവൻ ഇത്രയും ലീസ്റ്റ് സീനിയോറിറ്റി ഉണ്ടായിട്ട് പോലും ഇവൻ ആ ഒരു ഗ്രേഡിലേക്ക് പ്രൊമോട്ടഡ് ആക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പോലും ഈ 2 വർഷം ജോലി ചെയ്തിട്ട് ഇങ്ങനെ പ്രൊമോട്ടഡ് ആവാൻ പറ്റിയിട്ടില്ല. അതുകൂടാതെ നമ്മുടെ ലീനോട് വേറെ എംപ്ലോയീസ് ഒക്കെ ചോദിക്കുന്നുണ്ട് നിനക്ക് വേറെ വല്ല സ്പെഷ്യലായിട്ട് ഇനി എന്തെങ്കിലും നീയും ജോവും തമ്മിൽ ഉണ്ടാന്നൊക്കെ. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ചെറുക്കനാണെങ്കിൽ ചെറുതായിട്ട് വിഷമം വന്നിട്ടുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ തുറന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവണത് നമ്മുടെ ജോയിൻ്റെ ഓഫീസിലേക്ക് ലീനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ നമ്മുടെ ലീക്ക് കാര്യം കത്തിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇവൻ ഇത്രയേരം വിചാരിച്ചത് നമ്മുടെ ജോയിൻ്റെ കൂടെ ഇന്നലെ വർക്ക് ചെയ്യാൻ പോയതുകൊണ്ടാണ് ഇവരിങ്ങനെ കാണിച്ചതെന്ന്. പക്ഷെ ഇവനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി ജോയിൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് ഇവനെ പ്രൊമോട്ടഡ് ആക്കിയതാണെന്നാണ് എല്ലാവരും ഇങ്ങനെ സംസാരിച്ചതെന്ന്. നമ്മുടെ ചെറുക്കനാണെങ്കിൽ ഇത് കണ്ട ഉടനെ ജോയിൻ്റെ ഓഫീസിലോട്ട് കയറി ചെന്ന്
എന്നിട്ട് നമ്മുടെ ചെറുക്കൻ പറയുന്നുണ്ട് എനിക്ക് ഈ ഒരു പോസ്റ്റിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടമല്ല, എന്നെ ഇതിന്ന് മാറ്റണമെന്ന്. അപ്പം നമ്മുടെ ജൂ പറയുന്നുണ്ട് ഈ ഒരു പോസ്റ്റിൽ വന്ന ആൾക്കാർ ഇങ്ങനെയൊന്നുമല്ല പറയണേ, ഈ ഒരു പോസ്റ്റ് കിട്ടാൻ തന്നെ ഭയങ്കര ലക്കിയാണെന്ന് നമ്മുടെ ജൂ ഒരുമാതിരി ഈ രീതിക്ക് പറയുകയും ചെയ്യുന്നുണ്ട്. അത് കൂടാതെ നമ്മുടെ ജൂ ആണെങ്കിൽ ലീൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ ആ ഒരു കൊലകാരൻ്റെ മോനല്ലേ എന്ന് നമ്മുടെ ലീൻ്റെ അടുത്ത് ജൂ ചോദിക്കുന്നുണ്ട്. ഇതോടെയാണ് നമ്മുടെ ഈ ഒരു എപ്പിസോഡ് തീരണത്. ലാസ്റ്റത്തെ ആ സീൻ കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെ തോന്നുന്നുണ്ട് സീരീസിന്. അപ്പൊ നമുക്ക് ഇതോടെ ഫസ്റ്റ് എപ്പിസോഡ് എൻഡ് ചെയ്യാം. അപ്പൊ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ആ ലൈക്ക് ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം. അപ്പൊ ഞാൻ വെക്കാൻ തന്നെ സെക്കൻഡ് എപ്പിസോഡ് ഇടാൻ നോക്കാം. താങ്ക്